ഹവായ് സിറ്റിയിലെത്തി ഷിയാനും ലിഷിയും കൂടി ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ ഷിയാൻ്റെ പേര് വിളിച്ചുകൊണ്ട് ബോസോങ് അവർക്ക് അടുത്തേക്ക് വരുന്നു. ആരാണതെന്ന് ലിഷി ഷിയാനോട് രഹസ്യമായി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർക്കൊപ്പം എത്തിയ സിങ് ബോസോങ്ങിനോട് നേരത്തെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ റൂമെല്ലാം നേരത്തെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ലഗേജുമായി നേരെ അങ്ങോട്ട് പോയാൽ മതിയെന്ന് ബോസോങ് പറഞ്ഞപ്പോൾ ബോസോങ് കാണാൻ സുന്ദരനും പണക്കാരനും മാത്രമല്ല നിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുമുള്ള കൂട്ടത്തിലാണ്, നീ അവസരം പാഴാക്കി കളയരുതെന്ന് ഷിയാൻ ഉപദേശം നൽകിയിട്ടാണ് സിങ് അവിടെ നിന്ന് പോയത്. ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് ബോസോങ് ഷിയാൻ്റെ ലഗേജ് വാങ്ങിയപ്പോഴാണ് സിയെ പുറത്തേക്ക് ഇറങ്ങി വന്നത്. താങ്കളുടെ ജോലിയിൽ ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്നതും ഉൾപ്പെടുന്നുണ്ടോ എന്ന് ബോസോങ്ങിനെ കളിയാക്കാനായി അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഷിയാനെ വിളിക്കാൻ വന്നതാണ്, പിന്നെ നീ പങ്കെടുക്കുന്ന റോബോട്ട് കോമ്പറ്റീഷൻ സ്പോൺസർ ചെയ്യുന്നത് ഞങ്ങളുടെ കമ്പനിയായ റെഡ് ഹോഴ്സ് ആണ് എന്ന് ബോസോങ് പറയുന്നു. ഈ റെഡ് ഹോഴ്സ് എപ്പോഴും ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടല്ലോ, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം കയറി തലയിടുമെന്നവൻ വീണ്ടും ബോസോങ്ങിനെ താഴ്ത്തി കെട്ടാനായി പറഞ്ഞെങ്കിലും അതിനും ഒരു കഴിവ് വേണം, നിന്റെ മത്സരത്തിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുമെന്ന് ബോസോങ് തിരിച്ചു പറയുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് താങ്കൾ വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വേഗം ഇറങ്ങി വരാൻ ഫെങ്ങിനോട് പറഞ്ഞുകൊണ്ട് ബോസോങ്ങിനെ അവോയ്ഡ് ചെയ്യുന്നു. ബോസോങ് ഷിയാനോട് ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന ഫെങ് ഫോണിൽ സംസാരിക്കുന്നത് പോലെ മറ്റുള്ളവരെ ഇങ്ങനെ പുറകിൽ നടന്ന് ശല്യം ചെയ്യുന്നത് മഹാ കഷ്ടമാണ് കേട്ടോ എന്ന് ഉറക്കെ എല്ലാവരും കേൾക്കെ പറയുന്നു. അത് ബോസോങ്ങിനുള്ളതാണെന്ന് ഷിയാൻ ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അവൻ ഫോണിൽ പറഞ്ഞതാണ്, തെറ്റിദ്ധരിക്കേണ്ട എന്ന് പറഞ്ഞ് സിയെ ഫെങ്ങിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ബസ്സിൽ നിന്നിറങ്ങി വന്ന ഡോങ് ബോസോങ്ങിനെ കണ്ട് പരിചയപ്പെടാൻ തക്കം നോക്കി ഷിയാൻ ലഗേജും വാങ്ങി ലിഷിക്കൊപ്പം സ്ഥലം വിടാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും ഡോങ്ങിനോട് 1 മിനിറ്റ് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ബോസോങ് ഷിയാൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് ഇന്ന് എനിക്കപ്പം ഡിന്നർ കഴിക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇന്ന് ശരിയാകില്ല, എനിക്ക് വർക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ ഫുഡ് അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ്റെ റൂം നമ്പറും പറഞ്ഞു കൊടുത്തിട്ട് എന്താവശ്യമുണ്ടായാലും വരാൻ മടിക്കരുതെന്ന് പറഞ്ഞയക്കുന്നു. അവൻ നിൻ്റെ സീനിയർ സ്കൂൾ മേറ്റ് മാത്രമാണെന്ന് തോന്നുന്നില്ലല്ലോ, റൂം നമ്പർ വരെ പറഞ്ഞു തന്നല്ലോ എന്ന് ലിഷി ഷിയാനോട് ചോദിക്കുന്നുണ്ട്. ഡോങ് വീണ്ടും ബോസോങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ റോബോട്ട് കോമ്പറ്റീഷൻ സ്പോൺസർ ചെയ്യുന്നത് താങ്കളുടെ കമ്പനിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു, പരിചയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ബോസോങ് സംസാരം തുടരാൻ താല്പര്യമില്ലാത്തതുപോലെ വാച്ചിൽ നോക്കിയിട്ട് ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒരു വിസിറ്റിംഗ് കാർഡ് ഡോങ്ങിന് നൽകിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അകത്തേക്ക് ആദ്യം കയറിപ്പോയ സിയെ എവിടെയൊക്കെ പോയ ഫെങ്ങിനെ കാത്തു നിൽക്കുമ്പോൾ പ്രൊഫസർ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് അവനെ ചെന്ന് പരിചയപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ നമ്പർ നൽകാൻ അവർ ആവശ്യപ്പെട്ടതിനാൽ സിയെ അത് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഷിയാനും ലിഷിയും അതുവഴി വന്നത്. ഷിയാൻ ഒന്നും മിണ്ടാതെ പാസ് ചെയ്ത് പോയെങ്കിലും സുന്ദരന്മാർ എവിടെ ചെന്നാലും പ്രത്യേകം ട്രീറ്റ് ചെയ്യാൻ ആൾ കാണുമല്ലോ എന്ന് കമൻറ്റ് അടിച്ചുകൊണ്ടാണ് ലിഷി അതുവഴി കടന്നുപോയത്. തിരികെ വന്ന ഫെങ് ആ ലേഡിയെ പരിചയപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. സിയെ സ്പീഡിൽ ഷിയാനൊക്കെ പോയിടത്തേക്ക് പോകുന്നു. ലിഫ്റ്റിനടുത്ത് അവർ കാത്തു നിൽക്കുന്നതിൻ്റെ പുറകിലായി അവനും ചെന്ന് നിൽക്കുന്നു. ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ അതിലേക്ക് കയറാൻ തുടങ്ങിയ ഷിയാനെ അവൻ പുറകിലേക്ക് പിടിച്ച് വലിച്ചിട്ട് ലിഫ്റ്റ് ഫുള്ളായി എന്ന് പറയുന്നു. ഇനി സ്ഥലമുണ്ടല്ലോ എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ സിയെ പുറകിൽ നിന്നിരുന്ന ഫെങ്ങിനെ ഒന്ന് നോക്കുന്നു. അവനും ഒപ്പം ലിഷിയും പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഫുള്ളായി എന്ന് ഒരേപോലെ പറഞ്ഞിട്ട് ലിഫ്റ്റ് ക്ലോസ് ചെയ്യുന്നു. സിയെ ഷിയാൻ കാണാതെ പുഞ്ചിരിക്കുന്നുണ്ട്. നാളെ എന്താണ് നിൻ്റെ പരിപാടി, ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് സിയെ പറഞ്ഞപ്പോൾ നാളെ എനിക്ക് സമയമില്ല, നാളെ മാത്രമല്ല ഒരു ദിവസവും എനിക്ക് സമയമില്ല എന്ന് ഷിയാൻ പറയുന്നു. കുഴപ്പമില്ല, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പുറകിന് വന്നോളാമെന്ന് അവൻ പറയുന്നു. അപ്പോഴേക്കും ലിഫ്റ്റ് ഓപ്പൺ ആയതിനാൽ ഷിയാൻ മറുപടി നൽകാതെ വേഗം അതിൽ കയറുന്നു. സിയയും പുറകെ ചെല്ലുന്നുണ്ട്. പുറത്തിറങ്ങി റൂമിലേക്ക് നടക്കുമ്പോഴും അവൻ അവളെ പിന്തുടരുന്നു. ഷിയാൻ പക്ഷേ അവനെ മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കാൻ നോക്കിക്കൊണ്ട് മുറിയുടെ വാതിൽക്കലെത്തി കീ എടുത്തപ്പോഴേക്കും സിയെ അത് പിടിച്ചു വാങ്ങിയിട്ട് ഒരു തവണത്തേക്ക് എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്കാൻ തയ്യാറാകാൻ പറയുന്നു. സത്യത്തിൽ നീ അന്ന് ബോസോങ്ങിനോട് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു, ഞാൻ കാരണം നീ വീണ്ടും 1 വർഷം കൂടി പഠിക്കേണ്ടി വന്നത് നിന്നെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ നിൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ ഭയന്നു. നിന്നെ എൻ്റെ അടുത്ത് നിന്ന് അകറ്റി നിർത്തിയാൽ നിനക്ക് ഇഷ്ടമുള്ളത് നീ സ്വയം തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ കരുതി. മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി നിനക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്ന എന്തിനും ഏനും ഊർജ്ജം നൽകാൻ കഴിയുന്ന സിയെ ആയിരുന്നില്ല ഞാൻ. എൻ്റെ ഈ അവസ്ഥ നീ കാണാൻ ഞാൻ ആഗ്രഹിച്ചില്ല, അതുകൊണ്ടാണ് നീയുമായുള്ള കോൺടാക്റ്റ് ഞാൻ അവസാനിപ്പിച്ചത്. പക്ഷേ നീ ഹോക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞ് നിന്നെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ കെയർ ചെയ്യാതിരിക്കാനും നമ്മുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കാതിരിക്കാനും എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ നല്ലതിനു വേണ്ടി നിൻ്റെ ഇഷ്ടം നീ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു ഭാവി ആകരുത് അതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് നിന്നെ മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിച്ചത്. അതിന് നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് സിയെ പറയുന്നു. അവൻ വളരെ വികാരാധീനായിട്ടാണ് അത്രയും പറഞ്ഞതെങ്കിലും ഷിയാൻ പക്ഷേ അത്ര വലിയ ഭാവമാറ്റമൊന്നുമില്ലാതെ നീ പറഞ്ഞു കഴിഞ്ഞു, അങ്കിളിൻ്റെ കാര്യം എന്നെ ബാധിക്കുമെന്ന് നീ ഭയന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകും. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. പിന്നെ നീ വിദേശത്തേക്ക് പോകണമെന്നുള്ള എക്സ്ക്യൂസ് പറഞ്ഞില്ലേ, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന് ഞാൻ തയ്യാറാകുമായിരുന്നു. മറ്റുള്ളവർ പറയുന്നതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നില്ല. ഞാൻ നിന്നെ വിടാതെ പിന്തുടരുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ളത്. പക്ഷേ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിനക്ക് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് പറഞ്ഞു തരുന്നതല്ല എന്നെനിക്ക് മനസ്സിലായി. യഥാർത്ഥ പ്രണയം എന്താണെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഷിയാൻ സിയോട് ചോദിക്കുന്നു. അവൻ എന്ത് മറുപടി പറയണമെന്നറിയാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അവിടെ തന്നെ നിൽക്കണോ എന്ന് സിയോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് സിംഗ് അവിടേക്ക് വന്നത്. അവളുടെ ശബ്ദം കേട്ട് ഷിയാൻ ധൃതിയിൽ റൂം തുറന്ന് അകത്തേക്ക് കയറിയെങ്കിലും സിംഗ് അവളെ കണ്ടിരുന്നു. നിങ്ങളിവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന് സിംഗ് ചോദിച്ചപ്പോൾ സിയെ മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങിയെങ്കിലും അവൾ അവനെ പിടിച്ചു നിർത്തിയിട്ട് നിനക്ക് ശരിക്കും ഷിയാനോട് ഇഷ്ടമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു. എനിക്ക് അവളെ ഇഷ്ടമാണ്, അതിന് നിനക്കെന്ത് വേണമെന്ന് ചോദിച്ച് സിയെ അവിടെ നിന്ന് പോകുന്നു. സിംഗ് ആകെ നിരാശയായതുപോലെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്.
ഷിയാൻ റിജക്റ്റ് ചെയ്ത വിവരം സിയെ മുറിയിലെത്തി ഫെങ്ങിനോട് പറയുന്നു. ഇനി എന്താണ്ടൊരു വഴിയെന്ന് രണ്ടുപേരും തലപൂഞ്ഞ് ആലോചിക്കുന്നുണ്ട്. ഷിയൻ്റെ റൂംമേറ്റിനെ കോൺടാക്ട് ചെയ്യാൻ വല്ല വഴിയുമുണ്ടോ എന്ന് സിയെ ചോദിച്ചപ്പോൾ ഫെങ്ങിന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അവൻ ലിഷിയെ മെസ്സഞ്ചർ വഴി കോൾ ചെയ്യുന്നു. ഞാൻ എന്തിനാണ് നിങ്ങളെ സഹായിക്കുന്നത്? പകരം എനിക്കെന്ത് ചെയ്തു തരും? പ്രൊഫസർ ഈയുടെ ഒരു കോഴ്സിന് പലതവണ ശ്രമിച്ചിട്ടും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ സംസാരിച്ചതൊന്ന് റെഡിയാക്കി തരാമെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് ലിഷി പറയുന്നു. സഹായിക്കാമെന്ന് സിയെ അവൾക്ക് ഉറപ്പ് നൽകുന്നു. അവർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഷിയാൻ കുളി കഴിഞ്ഞിറങ്ങി വന്നത്. ആരാണ് വിളിച്ചതെന്ന് അവൾ ചോദിച്ചപ്പോൾ പഴയൊരു ഫ്രണ്ട് ആയിരുന്നു എന്ന് ലിഷി കള്ളം പറയുന്നു. കോമിക് കോൺഫറൻസ് മറ്റന്നാളല്ലേ, നാളെ നമുക്ക് വെറുതെ കറങ്ങാൻ പോയാലോ എന്ന് ലിഷി ചോദിച്ചപ്പോൾ ഷിയാൻ ഉടൻ തന്നെ സമ്മതിക്കുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് വിട്ടേക്ക് എന്നാണ് ലിഷി പറഞ്ഞത്. അടുത്ത ദിവസം ലിഷി പറഞ്ഞ പാർക്കിൻ്റെ മുന്നിലെത്തി നീ ഇതെവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഷിയാൻ അവളെ വിളിക്കുന്നു. ഉടനെ എത്താമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തപ്പോഴേക്കും സിയെ അവൾക്കരികിലെത്തിയിരുന്നു. ലിഷി തന്നെ ഒറ്റിക്കൊടുത്തതാണെന്ന് ഷിയാൻ മനസ്സിലാക്കുന്നു. അവൾ പോകാൻ തുടങ്ങിയപ്പോൾ സിയെ ടിക്കറ്റ് കാണിച്ചിട്ട് എന്തായാലും ടിക്കറ്റ് വാങ്ങി. ടിക്കറ്റിനാണെങ്കിൽ നല്ല വിലയുമാണ്. ഇത്ര ദൂരം വന്ന സ്ഥിതിക്ക് അകത്തേക്ക് കയറിക്കൂടെ എന്നവൻ ചോദിക്കുന്നു. മറ്റ് ചിന്തകളൊന്നും മനസ്സിൽ വെക്കേണ്ട, ചുമ്മാ ചുറ്റിക്കറങ്ങാൻ മാത്രം കൂടെ ചെല്ലാമെന്ന് ഷിയാൻ സമ്മതിക്കുന്നു. അകത്ത് കയറി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ബ്രൗഷർ നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ എന്തായി എന്നറിയാൻ ഫെങ് സിയയ്ക്ക് മെസ്സേജ് അയക്കുന്നു. ഒരു വിധത്തിൽ അകത്ത് കയറി പറ്റിയെന്ന് അവൻ മറുപടി പറഞ്ഞപ്പോൾ അവളെയും കൊണ്ട് ഹണ്ടിൽ ഹൗസിലേക്ക് പോകാൻ ഫെങ് വീണ്ടും മെസ്സേജ് ചെയ്യുന്നു. സിയെ ഫോണിലും ബ്രോഷറിലും ശ്രദ്ധിച്ച് നടക്കുന്ന കണ്ട് ഷിയാൻ കുറച്ച് സ്പീഡിൽ മുന്നോട്ട് നടക്കുന്നുണ്ട്. ബ്രോഷറിൽ 100 ഹൗസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് സിയെ മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേറെ 2-3 പെൺകുട്ടികൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ വീചാറ്റ് ഐഡി തരുമോ എന്ന് ചോദിക്കുന്നത്. എനിക്ക് ആൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് സിയെ വേഗം ഷിയാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്താ സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നു. നിനക്ക് കളിക്കാനൊന്നും താല്പര്യമില്ലെങ്കിൽ പറയേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആര് പറഞ്ഞു, എനിക്കും എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് ചുറ്റും നോക്കിയിട്ട് സിയെ മുന്നിൽ കണ്ട ഒരു സ്ഥലത്തേക്ക് അവളെയും കൂട്ടി പോകുന്നു. അവിടെ എത്തിയപ്പോഴാണ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ് എന്ന് കരുതി തങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് ചിൽഡ്രൻസ് പാർക്കിലാണ് എന്ന് രണ്ടുപേർക്കും മനസ്സിലാകുന്നത്. വെറുതെ അല്ല 100 ഹൗസ് കാണാഞ്ഞത് എന്ന് സിയെ പിറുപിറുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് മാത്രമുള്ളതൊന്നുമല്ല, മുതിർന്നവർക്കും ഉപയോഗിക്കുന്നതാണ്. നിനക്ക് മേസിനുള്ളിൽ കയറാൻ പേടിയില്ലെങ്കിൽ നമുക്കൊരു മത്സരം വെക്കാം. മേസിനുള്ളിൽ നിന്ന് ആദ്യം ആരാണോ പുറത്ത് കിടക്കുന്നത് അവർ വിജയിക്കും. ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഇനി മുതൽ നീ എന്നെ അവോയ്ഡ് ചെയ്യില്ല എന്ന് വാക്ക് തരണമെന്ന് സിയെ പറയുന്നു. ഞാനാണ് ജയിക്കുന്നതെങ്കിലെന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ എങ്കിൽ നീ പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാമെന്ന് സിയെ വാക്ക് കൊടുക്കുന്നു. അങ്ങനെ ഡീൽ ഉറപ്പിച്ച് രണ്ടുപേരും കൂടി മേസിനുള്ളിലേക്ക് കയറുന്നു. ഷിയാൻ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് കൺഫ്യൂഷനായി നിൽക്കുന്ന കണ്ട് നിനക്കിപ്പോഴും ഒരു മാറ്റവുമില്ലല്ലേ എന്ന് പറഞ്ഞ് സിയെ അവളുടെ തലയിൽ പിടിച്ച് കുലുക്കുന്നുണ്ട്. എൻ്റെ ദേഹത്തോട്ടുള്ള കളി വേണ്ട എന്ന് താക്കീത് കൊടുത്തിട്ട് ഞാൻ ഈ വഴി പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ ഇടതുവശത്തേക്ക് പോകുന്നു. സിയെ തിരിച്ചുകൊണ്ട് എതിർവശത്തേക്ക് കൂടിയും പോകുന്നു. ഷിയാൻ ഇടയ്ക്ക് വഴിതെറ്റി പെട്ടുപോയപ്പോൾ ഉറക്കെ സിയയുടെ പേര് വിളിക്കുന്നു. അവൻ വേഗം അങ്ങോട്ടേക്ക് ചെന്ന് പേടിക്കേണ്ടതെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ പേടിച്ചതല്ല, നിനക്ക് വഴി തെറ്റിയെന്ന് കരുതി വിളിച്ചതാണെന്ന് ഷിയാൻ പറഞ്ഞത് കേട്ടവൻ ചിരിക്കുന്നുണ്ട്. അവൻ അവൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് ഷിയാൻ ആയതുകൊണ്ട് ഞാനാണ് ജയിച്ചത് എന്ന് അവൾ പറയുന്നു. ഞാൻ അനുവദിച്ചുകൊണ്ടാണ് നിനക്ക് ജയിക്കാൻ പറ്റിയത് എന്ന് സിയെ പറഞ്ഞപ്പോൾ ഷിയാൻ അത് അംഗീകരിക്കുന്നില്ല. രണ്ടുപേരും കൂടി തർക്കമായപ്പോൾ എങ്കിൽ നമുക്ക് ഒരു മത്സരം കൂടി നടത്തി നോക്കാമെന്ന് അവൾ പറയുന്നു. അവനും അത് സമ്മതിക്കുന്നു. രണ്ടുപേരും കൂടി ഗൺ വെച്ച് ബലൂൺ പൊട്ടിച്ച് മത്സരം തുടങ്ങിയെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മത്സരമൊക്കെ മറന്ന് നന്നായി എൻജോയ് ചെയ്തു തുടങ്ങുന്നു. ഊഞ്ഞാലടുകയും കുട്ടികൾക്കൊപ്പം ചെറിയ ട്രെയിനിൽ കയറി സെൽഫി എടുക്കുകയും ഒക്കെ രണ്ടുപേരും കൂടി ചെയ്യുന്നുണ്ട്. ക്ഷീണിച്ചപ്പോൾ ഇടയ്ക്ക് വിശ്രമിക്കാനിരിക്കുന്ന കൂട്ടത്തിൽ സിംഹത്തിൻ്റെ വേഷം കെട്ടിയിരുന്ന ഒരാൾ കുട്ടികൾക്ക് ബലൂൺ നൽകുന്നത് കണ്ടപ്പോൾ ഷിയാനും കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കുട്ടിക്കാലത്ത് ഫാമിലിക്കൊപ്പം അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയപ്പോൾ അതുപോലെ ബലൂൺ വാങ്ങാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അമ്മ കോങ്ങിന് മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്നവൾ സങ്കടത്തോടെ പറയുന്നു. ആ സങ്കടം പരിഹരിക്കാനായി ഇന്ന് കളിയിൽ ഞാൻ ജയിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാമെന്ന് നീ പറഞ്ഞതല്ലേ, എനിക്ക് വേണ്ടി അതുപോലെ ഒന്ന് വേഷം ധരിച്ച് ബലൂണുമായി വരാൻ ഷിയാൻ അവനോട് പറയുന്നു. നീ തമാശ പറയുകയാണോ എന്ന് ചോദിച്ച് സിയെ ചിരിച്ച് തള്ളാൻ ശ്രമിച്ചെങ്കിലും ഷിയാൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അവൾ സീരിയസ് ആയി തന്നെ പറഞ്ഞതാണ് എന്ന് അവന് മനസ്സിലാക്കുന്നു. അവൻ പോയി അതുപോലെ ഒരു വേഷം ധരിച്ച് കുറേ ബലൂണുമായി വന്നെങ്കിലും കുറേ കുട്ടികൾ ചുറ്റും കൂടി അവൻ്റെ കയ്യിലെ ബലൂൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഷിയാൻ അത് കണ്ട് അവിടെ ചിരിക്കുന്നുണ്ട്. സിയെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ പിടിവിട്ട് ബലൂൺ എല്ലാം കൂടി പറന്നു പോകുന്നു. അവസാനം ഷിയാൻ്റെ അടുത്തെത്തിയപ്പോൾ സിയയുടെ കയ്യിൽ ഒരു ബലൂൺ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് അവൾക്ക് നൽകിയിട്ട് മൊത്തം കൂടി തരാനാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞവൻ സോറി പറയുന്നു. ഈ ഒരെണ്ണം തന്നെ അധികമാണെന്ന് ഷിയാൻ അറിയാതെ പറയുന്നുണ്ട്. രാത്രി അവർ അവിടെ നിന്ന് മടങ്ങുമ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. സിയെ ഷിയാനെ കോട്ടിനടിയിൽ പിടിച്ചുകൊണ്ട് ഒരു കടത്തിനേക്ക് കയറി നിൽക്കുന്നു. കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവൻ ഷോപ്പിനുള്ളിലേക്ക് പോയി ചൂടുള്ള കോഫി വാങ്ങിക്കൊണ്ട് വന്ന് അവൾക്ക് നൽകുന്നു. നിന്റെ പുറം മുഴുവൻ നനഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ടിഷ്യൂ കൊണ്ട് അവൻ അവളുടെ കഴുത്തും മുടിയുമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. സിയെ തൊട്ടടുത്ത് വന്നപ്പോൾ ഷിയാൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട്. അവൾ അറിയാതെ അവളുടെ മുഖവും ചെവിയും ഒക്കെ ചുവന്ന് തുടുക്കുന്നു. നിനക്കിത് എന്ത് പറ്റി, നിന്റെ ചെവിയൊക്കെ ചുവന്നിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് സിയ അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കിയിട്ട് ചൂട് കൂടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് നോക്കുന്നു. പക്ഷേ കൈകൾ തണുത്ത് മരവിച്ചിരിക്കുന്നതിനാൽ അവൻ തൻ്റെ കൈ അമർത്തി ചൂട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിഷയം മാറ്റാനായി നമ്മളിപ്പോൾ 2ാമത്തെ തവണയാണ് മഴയിൽ പെട്ടുപോകുന്നത്. ആദ്യത്തെ എന്നാണ് എന്ന് നിനക്ക് ഓർമ്മയുണ്ടെന്ന് ഷിയാൻ ചോദിക്കുന്നു. നമ്മളന്ന് സിനിമ കാണാൻ പോയിട്ട് വന്നപ്പോഴല്ലേ, അന്ന് നമ്മൾ ആഞ്ജലിയുടെ കയ്യിൽ നിന്ന് കഷ്ടിച്ചല്ലേ രക്ഷപ്പെട്ടതെന്ന് സിയെ പറയുന്നു. സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ ദിവസം നീയാണോ ഫയർ വർക്ക് നടത്തിയതെന്ന് ഷിയാൻ ചോദിക്കുന്നു. അതേ എന്നവൻ പറഞ്ഞപ്പോൾ അതിന് പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട്, കാരണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹോക്കിങ്ങിലേക്ക് വന്നത് എന്ന് പറഞ്ഞ് ഷിയാൻ അവനെ നോക്കുന്നു. പെട്ടെന്ന് സിയെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഷിയാൻ എതിർപ്പൊന്നുമില്ലാതെ നിന്നെങ്കിലും
പെട്ടെന്ന് ബോധം വന്ന പോലെ പിടഞ്ഞു മാറിയിട്ട് അവിടെ നിന്ന് ഓടുന്നു. സിയെ ഒന്ന് ചമ്മിയെങ്കിലും അവൻ പെട്ടെന്ന് ഷോപ്പിനുള്ളിൽ കയറി ഒരു കുടയും വാങ്ങി പിടിവിട്ടുപോയി തങ്ങി നിന്നിരുന്ന ബലൂണും തിരികെ എടുത്ത് ഷിയാൻ്റെ പുറകിന് ഓടുന്നുണ്ട്. തിരികെ ഹോട്ടലിലെത്തിയപ്പോൾ നാളെയാണ് റോബോട്ടിക് എക്സിബിഷൻ്റെ ഉദ്ഘാടനം. നീ വരുമോ എന്ന് അവൻ ചോദിക്കുന്നു. നീ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ നിറയ്ക്കണ്ട. ഇന്ന് ഒരുമിച്ച് പോയെന്ന് കരുതി എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. നേരത്തെ സംഭവിച്ചത് ഒരു അബദ്ധം മാത്രമാണെന്ന് ഷിയാൻ പറയുന്നു. ഇനിയും പിടിതരാതിരിക്കാനാണ് നിന്റെ ഭാവമല്ലേ? ശരി, ഞാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കാം എന്ന് സിയെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഷിയാനെയും വിളിച്ചുകൊണ്ട് ബോസോങ് അവർക്കരികിലേക്ക് വരുന്നു. നിന്നെ ഞാൻ റൂമിൽ പോയി അന്വേഷിച്ചപ്പോൾ നീ പുറത്ത് പോയി എന്ന് നിന്റെ ഫ്രണ്ട് പറഞ്ഞു. മഴയല്ലേ, നീ നനഞ്ഞു കാണുമെന്ന് കരുതി ഞാൻ അന്വേഷിച്ചിറങ്ങിയതാണെന്ന് ബോസോങ് പറഞ്ഞപ്പോൾ ഞാൻ കൂടെയുള്ളപ്പോൾ ആൾക്ക് നനയേണ്ടി വരില്ല എന്ന് സിയെ ഇടയ്ക്ക് കയറി പറയുന്നു. ബോസോങ് അവനെ നോക്കിയിട്ട് ഞാൻ ഇടയ്ക്ക് കയറി വന്നത് ഒരു ശല്യമായോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ഷിയാൻ പറഞ്ഞെങ്കിലും ചെറുതായിട്ട് ശല്യമായി, ഞങ്ങൾക്ക് കുറച്ചുകൂടി സംസാരിക്കാനുണ്ടായിരുന്നു, കുറച്ചൊന്ന് മാറി നിൽക്കാമോ എന്ന് സിയെ ചോദിക്കുന്നു. പക്ഷേ ബോസോങ് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്പോൾ പറ്റില്ല, എനിക്ക് ഷിയാനോട് ഒരു വർക്കിൻ്റെ കാര്യത്തെക്കുറിച്ച് അത്യാവശ്യമായി സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അവൾ ഇന്ന് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, ജോലിക്കാരി നാളെ സംസാരിച്ചാൽ പറയുന്ന സിയെ ചോദിച്ചെങ്കിലും ഷിയാൻ ഇടയ്ക്ക് കയറി കുഴപ്പമില്ല, എന്താണ് കാര്യമെന്ന് പറഞ്ഞോളാൻ പറയുന്നു. നമുക്ക് സ്വസ്ഥമായി എവിടെയെങ്കിലും മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ബോസോങ് ഷിയാനെ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. സിയെ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറില്ല. അതിനാൽ തന്നെ കോഫി കുടിക്കാനെന്നോണം അവനും അവർക്കുറക്കെ ചെന്ന് തൊട്ടടുത്ത സീറ്റിൽ ഇരുത്തി പുറപ്പിക്കുന്നു. നീ എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് ബോസോങ് ചോദിച്ചപ്പോൾ ഞാനിവിടെ കസ്റ്റമറായി ഇരിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് സിയെ ചോദിക്കുന്നു. അവനോട് പറഞ്ഞാലും പോകില്ല എന്നറിയാവുന്നത് കൊണ്ട് ബോസോങ് അവനെ അവഗണിച്ച് ജോലിക്കാര്യത്തെക്കുറിച്ച് ഷിയാനോട് സംസാരിക്കുന്നു. അവൻ്റെ കമ്പനി ഒരു കോമിക് കമ്പനിക്ക് വേണ്ടി പുതുതായി ഒരു ആപ്പ് നിർമ്മിച്ച് നൽകിയിരുന്നു. അത് ചൈനയിൽ തന്നെ ആദ്യമായിട്ടാണ്. അവർക്കൊരു ആർട്ടിസ്റ്റിനെ വേണം. അതിന് ഷിയാനെ അവർ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ മാനേജർ സങ്ങുമായി നാളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ബോസോങ് അവളോട് ചോദിക്കുന്നു. നാളെ പറ്റില്ല, കോമിക് ക്ലബിൻ്റെ ഷോ സ്റ്റാൻഡ് നാളെ ഫിനിഷ് ചെയ്യണം, അതിൻ്റെ തിരക്കിലാണ് എന്നവൾ പറഞ്ഞപ്പോൾ മാനേജറോട് സംസാരിച്ച് അവളുടെ സമയത്തിനനുസരിച്ച് കാണാൻ അവസരം ഉണ്ടാക്കാമെന്ന് ബോസോങ് സമ്മതിക്കുന്നു. സിയതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നിരുന്നത്. ചർച്ച കഴിഞ്ഞപ്പോൾ സിയയും ബോസോങ്ങും ഷിയാനോട് ഞാൻ കൊണ്ടുവിടാമെന്ന് ഒരുപോലെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങുന്നു. നമ്മളെല്ലാവരും ഈ ഹോട്ടലിൽ തന്നെയല്ലേ താമസിക്കുന്നത് എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ രണ്ടുപേരും തിരികെ സീറ്റിലേക്ക് ഇരുന്നെങ്കിലും അവൾ പോകാൻ ഇറങ്ങിയപ്പോൾ ഇടവും വലവും കാവൽക്കാരെ പോലെ രണ്ടുപേരും കൂടെ ചെല്ലുന്നു. ഞാൻ തനിച്ചു പോയിക്കോളാം, എന്നെ കൊണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബോസോങ്ങിനോട് ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി തരുമോ എന്ന് ചോദിച്ചെങ്കിലും അവൻ അവിടെ തന്നെ നിൽക്കുന്നു. എങ്കിൽ ചേട്ടൻ ആദ്യം പോയിക്കോ എന്ന് ഷിയാൻ മടിച്ചാണെങ്കിലും ബോസോങ്ങിനോട് പറയുന്നതിനാൽ അവൻ യാത്ര പറഞ്ഞു പോകുന്നു. ബോസോങ്ങിനെ എനിക്ക് തീരെ ഇഷ്ടമല്ലെങ്കിലും അവനിപ്പോൾ പറഞ്ഞ ഓഫർ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നീ അതിനെക്കുറിച്ച് സീരിയസ് ആയി തന്നെ ആലോചിക്കുക. നീ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊണ്ട് നിനക്ക് സപ്പോർട്ടായി നിൻ്റെ തൊട്ടുപിറകിൽ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് സിയെ മുറിയിലേക്ക് പോകാനായി തിരിഞ്ഞെങ്കിലും എന്തോ ഓർമ്മിച്ചതുപോലെ തിരികെ അവൽക്കരികിൽ ചെന്നിട്ട് നാളെ റോബോട്ട് കോമ്പറ്റീഷൻ്റെ ഉദ്ഘാടനത്തിന് ഉറപ്പായി നീ വരണം, ഞാൻ നിന്നെ കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നു. ഷിയാൻ വരാമെന്ന് വാക്ക് കൊടുത്തില്ലെങ്കിലും അവളുടെ മുഖത്ത് ചിരി കണ്ടപ്പോൾ അവൾ വരുമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. സിയെ പോകുന്നതാ കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ലിഷി നിങ്ങൾ പിണക്കമൊക്കെ മാറ്റി ഒന്നിച്ചോ എന്ന് ഷിയാനോട് ചോദിച്ചപ്പോൾ ഞങ്ങളിതുവരെ ഒരുമിച്ചല്ലായിരുന്നല്ലോ, പിന്നെ പിണക്കം മാറ്റാനാണ് എന്ന് ചോദിച്ചിട്ട് നീ എന്നെ ചതിച്ചോ എന്ന് ലിഷിയോട് ചോദിക്കുന്നു. നീ ഒരു ദിവസം അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയതുകൊണ്ട് എനിക്ക് പ്രൊഫസർ ഈയുടെ ഒരു സ്പെഷ്യൽ കോഴ്സിന് അഡ്മിഷൻ കിട്ടി, തൽക്കാലം കൂടുതലൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ് ലിഷി തടി തപ്പുന്നുണ്ട്. അടുത്ത ദിവസം റോബോട്ട് ഡിസൈൻ കോമ്പറ്റീഷൻ്റെ ഉദ്ഘാടനത്തിന് നടക്കുന്ന സ്ഥലത്തിന് മുന്നിൽ ഷിയാനെ ഒരുപാട് സമയം കാത്തുനിന്നെങ്കിലും അവൾ എത്തുന്നില്ല. ഷിയാനെ ഇടംവലം വിടാതെ പണിയെടുപ്പിക്കുകയായിരുന്നു സിങ്. അപ്പോൾ ലിഷിയും അവൾക്കൊപ്പം തന്നെയുണ്ട്. ലിഷിയോട് എന്തോ എടുത്തുകൊണ്ട് വരാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാൻ സിങ് ആവശ്യപ്പെട്ടപ്പോൾ ലിഷി മടി പറയുന്നു. ഞാൻ പോയിക്കോളാമെന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ നിനക്ക് റോബോട്ട് കോമ്പറ്റീഷൻ ഉദ്ഘാടനത്തിന് പോകണ്ടേ, സിയെ നിന്നെ കാത്തിരിക്കില്ല എന്ന് ലിഷി ചോദിക്കുന്നു. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, വേഗം പോയിട്ട് വരാൻ സിങ് പറയുന്നതിനാൽ മറുപടി പറയാൻ നിൽക്കാതെ ഷിയാൻ വേഗം പോകുന്നു. ലിഷിയും വേറെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഷിയാൻ ബാഗ് അവിടെ മറന്നു വെച്ചതും അതിലിരിക്കുന്ന ഫോണും സിങ് കണ്ടത്. എന്തോ ഗൂഢോദ്ദേശത്തോടെ അവൾ ചിരിക്കുന്നുണ്ട്. ഷോ തുടങ്ങാനുള്ള സമയമായതിനാൽ പരിപാടിയുടെ നടത്തിപ്പുകാരിൽ ഒരാളും ഡോങ്ങുമെല്ലാം സിയെ അകത്തേക്ക് ചെന്ന് പ്രോഗ്രാം തുടങ്ങാൻ അറിയിച്ചെങ്കിലും ഡോങ്ങിനോട് ആദ്യം തുടങ്ങിക്കോളാൻ പറഞ്ഞ് സിയെ അവരെ തിരിച്ചയക്കുന്നു. ഷിയാൻ വന്നില്ലെങ്കിലും ഷോ നടത്തിക്കൂടെ എന്ന് ഫെങ് ചോദിച്ചപ്പോൾ അവളില്ലാതെ ഇത് നടത്തുന്നതിൽ അർത്ഥമില്ല, അവൾ വന്നിട്ട് ഞാൻ ചെയ്യുമെന്ന് നിർബന്ധം പിടിച്ച് സിയെ അവനെയും അകത്തേക്ക് പറഞ്ഞു വിടുന്നു. ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്ത് കഴിഞ്ഞ് തിരിഞ്ഞിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വാതിൽ പുറത്തുനിന്ന് പൂട്ടിരിക്കുന്ന ഷിയാൻ അറിഞ്ഞത്. അവൾ ഫോൺ തിരിഞ്ഞപ്പോഴാണ് ബാഗ് വണ്ടിയിൽ വെച്ച് മറന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. ആരെങ്കിലും വാതിൽ തുറക്കണേ എന്ന് പറഞ്ഞ് അവൾ വാതിൽ മുട്ടി ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. ലിഷി തൻ്റെ ജോലിയെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് സിങ്ങിനടുത്തെത്തിയപ്പോൾ ഇന്നത്തെ ജോലി കഴിഞ്ഞു, മടങ്ങിപ്പോയിക്കോളാൻ സിങ് അവളോട് പറയുന്നു. ഷിയാൻ എവിടെയെന്ന് അവൾ ചോദിച്ചപ്പോൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ട് മടങ്ങി വന്ന് ധൃതിയിൽ എവിടെയൊക്കെ പോകുന്നത് കണ്ടുവന്ന് കള്ളം പറഞ്ഞിട്ട് സിങ് അവിടെ നിന്ന് പോകുന്നു. ധൃതിയിൽ എങ്ങോട്ടായിരിക്കും പോയതെന്ന് ലിഷി ചിന്തിക്കുന്നുണ്ട്. ഓപ്പണിംഗ് സെറമണി കഴിഞ്ഞിട്ടും ഷിയാൻ വരാത്തതിനാൽ സിയെ തൻ്റെ പ്രോജക്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഷിയാൻ വരില്ലായിരിക്കും, നമുക്ക് മടങ്ങിപ്പോകാമെന്ന് ഫെങ് പറഞ്ഞെങ്കിലും സിയ അവനെ പറഞ്ഞയച്ചിട്ട് പിന്നെയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അവസാനം അവൻ നിരാശനായി മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഷിയാൻ്റെ ഫോണിലേക്ക് വിളിച്ച ലിഷി ഫോൺ കൈവശം കിട്ടിയ വണ്ടിയുടെ ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ട് അതുവഴി വന്നത്.
ഫോൺ പിന്നീട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഷിയാൻ കോമിക് കോൺഫറൻസ് നടക്കുന്നവിടെയോ പെട്ടുപോയെന്നാണ് തോന്നുന്നത് എന്നവൾ സിയെ അറിയിക്കുന്നു. സിയെ പെട്ടെന്ന് തന്നെ ഷിയാനെ തിരിഞ്ഞോടുന്നു. അടഞ്ഞു കിടന്ന മുറിയുടെ അടുത്തെല്ലാം ചെന്ന് അവൻ ഷിയാൻ്റെ പേര് വിളിച്ചുകൊണ്ട് തട്ടുന്നു. ഡ്രസ്സിംഗ് റൂമിൽ കുത്തിയിരിക്കാൻ ഷിയാൻ അവൻ്റെ ശബ്ദം കേട്ട് വാതിലിൽ മുട്ടിക്കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിളിച്ചു പറയുന്നു. വാതിൽ ലോക്കായി അകത്ത് പെട്ടിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ വാതിലിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ അവളോട് പറഞ്ഞിട്ട് അവൻ വാതിൽ ചവിട്ടി പൊളിക്കുന്നു. ഷിയാന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവൻ അവളെയും കൂട്ടി ഓപ്പണിംഗ് സെറമണി നടത്തുന്ന കോൺഫറൻസ് ഹാളിൽ ആരും കാണാതെ കയറുന്നു. ആരെങ്കിലും കണ്ടിൽ പ്രശ്നമാവില്ല എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ല എന്ന് അവൻ പറയുന്നു. അവൾ അങ്ങനെയാണ് ഡ്രസ്സിംഗ് റൂമിൽ പെട്ടുപോയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുത്തില്ലാത്ത ഒരു ദിവസം വന്നാൽ നീ എങ്ങനെ ജീവിക്കും, നിനക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൂടെ എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറയുന്നുണ്ട്. അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ആരെങ്കിലും വാതിൽ തുറക്കുന്നവരെ ഞാൻ കാത്തിരിക്കണമെന്നല്ലേ ഉള്ളായിരുന്നു എന്ന് ഷിയാൻ തിരിച്ചു ചോദിക്കുന്നു. ഓപ്പണിംഗ് സെറമണിയിൽ അവൻ പ്രൊജക്റ്റ് അവതരിപ്പിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അതിനുവേണ്ടിയല്ലേ ഇത്ര ദൂരം വന്നത്, പിന്നെ എന്തിനാണ് അവസരം നഷ്ടപ്പെടുത്തിയതെന്ന് അവൾ ചോദിക്കുന്നു. അതിനുവേണ്ടി മാത്രമല്ല ഞാൻ വന്നത്, നിനക്കും കൂടി വേണ്ടിയാണ് എന്ന് സിയെ പറഞ്ഞപ്പോൾ ഷിയാനൊന്ന് നിശബ്ദമായെങ്കിലും എന്നു മുതലാണ് നീ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയതെന്ന് അവൾ ചോദിക്കുന്നു. ഈ മത്സരത്തിൽ 1ാം സ്ഥാനവും നിന്നെയും നേടാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് സിയെ പറഞ്ഞപ്പോൾ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഷിയാൻ പോകാൻ തുടങ്ങിയെങ്കിലും സിയെ അവളെ പിടിച്ചു നിർത്തിയിട്ട് എനിക്കൊപ്പം നിൽക്കാൻ നിനക്ക് ഇത്ര പേടിയാണെന്ന് ചോദിക്കുന്നു. ഷിയാൻ ആ കൈപിടിവിച്ചിട്ട് നിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയത് എന്നു മുതലാണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സ്വഭാവം അറിയതൊക്കെ നീ പതുക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവളെ കുറച്ച് മുന്നിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് തിരികെ പോയി പ്രൊജക്ടർ ഓൺ ചെയ്യുന്നു. ലിറ്റിൽ മോൺസ്റ്റർ ഡയറീസ് എന്ന പേരിൽ ഷിയാൻ വെബ് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ആനിമേഷൻ രൂപത്തിലാക്കിയതായിരുന്നു സ്ക്രീനിൽ തെളിഞ്ഞത്. അത് കണ്ട് സന്തോഷം കൊണ്ട് ഷിയാന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. സിയ അടുത്തേക്ക് വന്നപ്പോൾ നീ ഒരിക്കലും വെയ്ബു നോക്കാറില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതിയതെന്ന് ഷിയാൻ പറയുന്നു. മോൺസ്റ്റർ ഡയറീസ് എന്ന പേരാണ് എന്നെ ആകർഷിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച ട്രൂ ലവ് എന്താണെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ, ഇപ്പോൾ അതിൻ്റെ ഉത്തരം എനിക്കറിയാം. അവളെ കാണാൻ പ്രത്യേകതയൊന്നുമില്ലെങ്കിലും ഓരോ ദിവസവും കാണുമ്പോഴും അവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നത് പോലെ തോന്നും. അവളുടെ പിടിവാശി കാണുമ്പോൾ ദേഷ്യം തോന്നിയാൽ പോലും അവൾ ക്യൂട്ടാണെന്ന് തോന്നും. അവൾ കള്ളം പറയുകയാണെന്ന് അറിഞ്ഞിരുന്നാലും അത് തുറന്നു പറയാതെ അവളുടെ അഭിനയം കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എത്ര വൃത്തിയില്ലാത്ത രീതിയിൽ അവൾ കരയുമ്പോഴും അവൾ സുന്ദരിയാണെന്ന് തോന്നും എന്നൊക്കെ സിയെ വളരെ റൊമാൻറ്റിക്കായി പറയുന്നു. നീ ആരുടെ കാര്യമാണ് പറയുന്നത് എന്ന് ഒന്നും മനസ്സിലാവാത്തതുപോലെ ഷിയാൻ ചോദിച്ചപ്പോൾ സിയ അവളുടെ 2 കൈയും ചേർത്ത് പിടിച്ചിട്ട് നീ എൻ്റെ ഗേൾഫ്രണ്ട് ആകുമോ എന്ന് ചോദിക്കുന്നു. ഷിയാൻ മറുപടി പറയാതെ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് വാതിൽ തുറന്ന് സെക്യൂരിറ്റി അവിടേക്ക് വന്ന് 2 പേരെയും കൈയോടെ പൊക്കിയത്. അനുവാദമില്ലാതെ അകത്ത് കടന്നതിന് 2 പേരെയും വഴക്ക് പറഞ്ഞിട്ട് 2 പേരുടെയും ഡീറ്റെയിൽസ് എഴുതിത്തരാൻ അയാൾ ആവശ്യപ്പെടുന്നു. ഇപ്പോഴത്തെ ലവേഴ്സിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണല്ലോ, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ത്രില്ലടിച്ച് പ്രണയിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അയാൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ലവേഴ്സ് അല്ല എന്ന് ഷിയാൻ പറയുന്നു. നിന്നെ കാണാൻ ഇത്ര സുന്ദരനാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇതുവരെ ഒരു പെണ്ണിൻ്റെ മനസ്സ് കീഴടക്കാൻ പോലും നിനക്ക് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ച അയാൾ സിയെ കളിയാക്കുന്നു. അതിനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ, അപ്പോഴാണ് സാർ ഇടയ്ക്ക് കയറി വന്ന് തടസ്സമുണ്ടാക്കിയത് എന്ന് സിയെ പറയുന്നു. അവിടെ എല്ലാം ക്ലിയർ ആണോ എന്ന് ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് വരാം, അതുവരെ ഇവിടെ നിന്ന് പോകരുതെന്ന് പറഞ്ഞ അയാൾ എഴുന്നേറ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാനായി പോകുന്നു. തനിച്ചായപ്പോൾ നീ എനിക്കിതുവരെ ഒരു റിപ്ലൈ തന്നില്ലല്ലോ എന്ന് സിയ അവളോട് ചോദിക്കുന്നു. ഷിയാൻ ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ട് സിയ ഐ ആം സോറി, എനിക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് മുമ്പ് സിയെ അവളെ റിജക്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ പറയുന്നു. നീ പക സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് അവൻ പറയുന്നു. ആ സമയത്താണ് നീ എന്താണ് ഇവിടെ എന്ന് ഷിയാനോട് ചോദിച്ചുകൊണ്ട് ബോസോങ് അവിടേക്ക് വന്നത്. അവരെ കണ്ടത് സിയയുടെ മുഖത്ത് തെളിച്ചമായുന്നുണ്ട്. ബോസോങ് അവൾക്കരികിൽ നിൽക്കുന്നത് കണ്ട് സാറിന് ഇവരെ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് സെക്യൂരിറ്റി അവിടേക്ക് വരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആണിവർ എന്ന് ബോസോങ് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി അവരുടെ ID കാർഡുകൾ തിരിച്ചു കൊടുത്തിട്ട് ഇനി ഇതുപോലെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, പോയിക്കോളാന്ന് പറഞ്ഞിട്ട് പോകുന്നു. നീ എന്താണ് ഇവിടെ എന്ന് ബോസോങ്ങിനോട് ഷിയാൻ ചോദിക്കുന്നുണ്ട്. നാളത്തെ കോൺടെസ്റ്റിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ വന്നതാണ് എന്ന് ബോസോങ് പറയുന്നു. ഞാൻ തിരികെ ഹോട്ടലിലേക്ക് പോകാൻ തുടങ്ങിയാണ്, നിങ്ങളെ കൂടി ഡ്രോപ്പ് ചെയ്യാമെന്ന് ബോസോങ് പറഞ്ഞപ്പോൾ സിയെ സമ്മതം അറിയിക്കുന്നു. വണ്ടിയിൽ കുറേ നേരത്തേക്ക് ആരും ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ 2 പേരും ഇപ്പോൾ ഹുവായ് സിറ്റിയിലായതുകൊണ്ട് നിൻ്റെ കാര്യം നല്ലതുപോലെ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞ് നിൻ്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ തിരക്ക് കാരണം എനിക്കിതുവരെ നിന്നെ നന്നായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഈ തിരക്കൊന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകാമെന്ന് ബോസോങ് ഷിയാനോട് പറയുന്നു. ഷിയാൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പേ സിയെ ഇടയ്ക്ക് കയറി താങ്കൾ ഇത്രയ്ക്ക് തിരക്കുള്ള ആളായ സ്ഥിതിക്ക് ഇങ്ങനെയുള്ള ഉപചാര മര്യാദകളൊക്കെ തൽക്കാലം മറക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ അവിടെയാണ് നിനക്ക് തെറ്റിയത്. ഷിയാനും ഞാനും തമ്മിൽ അങ്ങനെ വെറുമൊരു ബന്ധമല്ല, ഞങ്ങൾ നല്ല അടുപ്പത്തിലാണെന്ന് ബോസോങ് പറയുന്നു. എന്നിട്ട് ഇത്ര കാലമായിട്ടും ഇത്ര അടുപ്പമുള്ള ഈ ആളിനെക്കുറിച്ച് അവൾ ഒരിക്കലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് സിയെ പറഞ്ഞപ്പോൾ ഷിയാൻ പണ്ടേ അങ്ങനെയാണ്, അടുപ്പമുള്ളവരോട് മാത്രമേ മനസ്സുപൂർവ്വം സംസാരിക്കാറുള്ളൂ, നിന്നോട് അത്രയ്ക്ക് അടുപ്പമില്ല, അതുകൊണ്ടായിരിക്കും അവളൊന്നും പറയാതിരുന്നതെന്ന് ബോസോങ് പറയുന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ സിയെ വീണ്ടും ഷിയാനെ തനിക്കാണ് കൂടുതൽ അറിയാവുന്ന രീതിയിൽ ഓരോന്ന് പറയുന്നു. 2 പേരുടെയും ഇടയിൽ ശ്വാസം മുട്ടി ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഷിയാൻ. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കോമിക് ബുക്ക് ആപ്പിനെ കുറിച്ച് എനിക്ക് കാര്യം സംസാരിക്കാനുണ്ടെന്ന് ബോസോങ് ഷിയാനോട് പറയുന്നു. എന്താണ് പറഞ്ഞോളാൻ അവൾ പറഞ്ഞപ്പോൾ ബോസോങ് സിയയോടൊന്ന് മാറി നിൽക്കാമോ എന്ന് ചോദിക്കുന്നു. അത് രഹസ്യമൊന്നുമല്ലല്ലോ, ഞാൻ നിൽക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് സിയെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. അവൻ നിൽക്കുന്നതിൽ കുഴപ്പമില്ല, കാര്യം പറഞ്ഞുള്ള ഷിയാനും അവനോട് പറയുന്നു. കോമിക് ബുക്ക് ആപ്പിൻ്റെ ഡയറക്ടർ വീബുവിലെ വർക്ക് കണ്ടിരുന്നു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതിനാൽ നീയുമായി കോൺട്രാക്ട് സൈൻ ചെയ്യാൻ തയ്യാറായി നാളെ ഡിന്നറിന് നിന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എന്ന് ബോസോങ് അവളെ അറിയിക്കുന്നു. ഷിയാൻ സന്തോഷത്തോടെ അവർ താങ്ക്സ് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതലൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിന്നെ പരിചയപ്പെടുത്തിയെന്നല്ലേ ഉള്ളൂ, എന്തായാലും നാളെ ഞാൻ നിന്നെ ഒന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാം, അദ്ദേഹത്തെ കാണുമ്പോൾ ഫോർമൽ ഡ്രസ്സാണ് നല്ലത് എന്ന് ബോസോങ് പറയുന്നു.
അവളുടെ ഡ്രസ്സിങ്ങിന് എന്താണ് ഒരു കുഴപ്പമെന്ന് സിയെ ഉടനെ ചോദിക്കുന്നു. എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സുണ്ട്, അതോർത്ത് വിഷമിക്കേണ്ടെന്ന് ഷിയാനും ഇടയ്ക്ക് കയറി പറയുന്നു. ഞാനും കൂടെ വരാം, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് ബോസോങ് പറഞ്ഞപ്പോൾ നിനക്ക് ഷിയാനെ ശരിക്കും അറിയില്ലല്ലേ, അവൾ ഒട്ടും ടെൻഷൻ ആവാറില്ല എന്ന് സിയെ പറയുന്നു. ഇനി അവിടെ നിന്നാൽ രണ്ടുപേരും തമ്മിലുള്ള മത്സരം കൂടുകയുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് ഷിയാൻ പെട്ടെന്ന് യാത്ര പറഞ്ഞ് സ്ഥലം വിടുന്നു. സിയെ പോകാൻ തുടങ്ങിയപ്പോൾ ഷിയാനെ വെറുതെ വിട്ടേക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ബോസോങ് അവനോട് ചോദിക്കുന്നു. എനിക്കതിന് യാതൊരു ഉദ്ദേശവുമില്ല എന്ന് ഞാനും പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് സിയ അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം റോബോട്ടുകളെക്കുറിച്ചുള്ള കോൺഫറൻസ് കഴിഞ്ഞ് ഷിയാൻ്റെ കോമിക് കോൺഫറൻസ് നടക്കുന്നിടത്തേക്ക് പോകാൻ സിയ തയ്യാറെടുക്കുമ്പോഴാണ് അവിടേക്ക് പോയിട്ട് പ്രയോജനമില്ല. അവളെ ബോസോങ് തിരികെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് ലിഷി ഇപ്പോൾ മെസ്സേജ് അയച്ചതേ ഉള്ളൂ എന്ന് ഫെങ് അവനോട് പറയുന്നത്. ഷിയാൻ ബോസോങ്ങിനൊപ്പം ഹോട്ടലിലേക്ക് വന്ന് കയറിയപ്പോഴേക്കും സിയെ എങ്ങനെയോ അവിടെ എത്തിയിരുന്നു. പതിവ് പോലെ രണ്ടുപേരും കൂടി തൻ്റെ പേരും പറഞ്ഞ് മത്സരിക്കാൻ തുടങ്ങുന്നത് കണ്ട് ഷിയാൻ രക്ഷപ്പെടാനെന്നോണം ജ്യൂസ് വാങ്ങാൻ പോകാൻ തുടങ്ങിയെങ്കിലും ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവളെ പിടിച്ചു നിർത്തിയിട്ട് മത്സരിച്ച് പോയി ഷിയാൻ്റെ പ്രിയപ്പെട്ട ജ്യൂസും വാങ്ങി തിരികെ എത്തുന്നു. ഷിയാൻ 2 ജ്യൂസും കയ്യിൽ വാങ്ങിയെങ്കിലും ഇത് ഒത്തിരി കൂടുതലാണ്, ഇത് മുഴുവൻ എനിക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. സിയ പെട്ടെന്ന് തന്നെ ബോസോങ് അവൾക്ക് കൊടുത്ത ഗ്ലാസ്സിലെ ജ്യൂസ് വാങ്ങി കുടിക്കുന്നുണ്ട്. ബോസോങ് ഷിയാനെ ഡിന്നറിന് ക്ഷണിച്ചപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് സിയ ഇടയ്ക്ക് കയറി പറയുന്നു. എങ്കിൽ പിന്നെ നമ്മൾ അന്ന് കൂടിയതുപോലെ എല്ലാവരെയും വിളിച്ചോ, നിന്റെ ട്രീറ്റ് ആയിക്കോട്ടെ എന്ന് സിയയ്ക്ക് പണിയെടുക്കാനായി പറഞ്ഞെങ്കിലും അവനെ സമ്മതിക്കുന്നു. അവർ തമ്മിൽ പിന്നെയും കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങുന്നുണ്ട്. ഷിയാൻ പതുക്കെ സ്ഥലം വിടുന്നു. അവൾ റൂമിലെത്തി ജ്യൂസിലേക്ക് നോക്കി ചിന്തിച്ചിരിക്കുമ്പോഴാണ് ലിഷി എത്തിയത്. 2 ഹോട്ട് ഗൈസ് നിനക്ക് വേണ്ടി പൊരിഞ്ഞ മത്സരത്തിലാണെന്ന് കുട്ടികൾക്കിടയിൽ സംസാരം തുടങ്ങിയിട്ടുണ്ട്. നീ സിയയ്ക്കൊപ്പം ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ കുറേ വർഷമായി അവൻ്റെ പുറകിൽ നടക്കുന്നതല്ലേ, നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കുമെന്ന് ലിഷി അഭിപ്രായപ്പെട്ടപ്പോൾ സിയ അവൻ്റെ ഗേൾഫ്രണ്ട് ആകുമോ എന്ന് ചോദിച്ച വിവരം ഷിയാൻ അവളോട് പറയുന്നു. അവൾ യെസ് പറഞ്ഞില്ലെന്നറിഞ്ഞ് ലിഷി അന്തം വിടുന്നത് കണ്ട് ഞാൻ എത്ര വർഷമായി അവൻ്റെ പുറകിൽ നടക്കുകയാണ്, അവൻ എൻ്റെ പുറകിൽ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, ഇത്ര പെട്ടെന്ന് യെസ് പറഞ്ഞാൽ പിന്നെ ഭാവിയിൽ അവനെ മൊത്തത്തിൽ ഭരിക്കാൻ വന്നേക്കുമെന്ന് ഷിയാൻ പറയുന്നു. അത് ശരിയാണെന്ന് ലിഷിയും സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് മിസ്സിംഗ് ഉള്ളതുപോലൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ അതെന്താണെന്ന് എനിക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് ഷിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡിന്നറിന് ഷിയാൻ വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സിയയുടെ മെസ്സേജ് ലിഷിക്ക് വരുന്നു. അവൾ ഷിയാനോട് ചോദിച്ചപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞതിനാൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ സിയയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാനൊന്ന് പുറത്തു പോയി വരാമെന്ന് പറഞ്ഞ് ലിഷി അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നു. ഡിന്നറിനായി വന്ന ബോസോങ്ങിനെ സിങ് ഹോട്ടലിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചേട്ടന് ഷിയാനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, എനിക്ക് സിയയെയും ഇഷ്ടമാണ്. ഷിയാനെയും ചേട്ടനെയും ഒരുമിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം, പകരം സിയയുടെ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കുമോ എന്നവൾ ചോദിച്ചെങ്കിലും സഹായിക്കാമെന്നോ ഇല്ലെന്നോ പറയാതെ ബോസോങ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നു. ലിഷി സൂചന കൊടുത്തനുസരിച്ച് സിയെ ഷിയാനെ ഡിന്നറിന് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നു. വരില്ലെന്ന് പറഞ്ഞപ്പോൾ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും വരുന്നില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സിയെ നിർബന്ധം പിടിച്ചപ്പോൾ അവൾ കൂടെ ചെല്ലുന്നു. അവരെത്തിയപ്പോഴേക്കും മറ്റുള്ളവരെല്ലാം അവിടെ എത്തി സ്ഥലം പിടിച്ചിരുന്നു. ഷിയാനെ ബോസോങ് തൊട്ടടുത്തുള്ള സീറ്റിൽ വിളിച്ചിരുന്നു. പിന്നെ സീറ്റ് ഒഴിവുണ്ടായിരുന്നത് സിങ്ങിൻ്റെ മുന്നിലായാണ്. സിയയോട് അവിടെ വന്നിരിക്കാൻ അവൾ പറഞ്ഞെങ്കിലും സിയ ഷിയാൻ്റെ സീറ്റിനെതിരായി ഇരുന്ന ഫെങ്ങിനെ കണ്ണു കാണിക്കുന്നതിനാൽ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് മാറിയിട്ട് സിയയോട് അവിടെ ഇരുന്നോളാൻ പറയുന്നു. ഭക്ഷണം കഴിക്കുന്നിടയിൽ നമുക്ക് കിങ് ഗെയിം കളിച്ചാലോ എന്ന് ചോദിച്ച് സിങ് ബാഗിൽ നിന്ന് ചീട്ടെടുത്ത് പുറത്ത് വയ്ക്കുന്നു. എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നുണ്ട്. ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ കിങ്ങിൻ്റെ കാർഡ് കിട്ടുന്നവർ ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞിട്ട് ആ നമ്പർ കാർഡുള്ളവരോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടും. ആർക്കാണോ നമ്പർ കിട്ടുന്നത് അയാൾ അതുപോലെ ചെയ്യണം. ആദ്യം കിങ് കാർഡ് കിട്ടിയത് ലിഷിക്കാണ്. 2ാം നമ്പർ കാർഡ് കിട്ടിയത് ആർക്കാണോ അയാൾ എന്നോട് ഞാൻ വളരെ സുന്ദരിയാണെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ഒരു ഗ്ലാസ് ബിയർ കഴിക്കണം. അതായിരുന്നു ലിഷിയുടെ ആവശ്യം. ഫെങ്ങായിരുന്നു 2ാം നമ്പർ കിട്ടിയ ആ ദൗർഭാഗ്യവാൻ. മടിച്ചാണെങ്കിലും അവൻ അവൾ പറഞ്ഞതുപോലെ ചെയ്യുന്നു. മനസ്സിലുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും മുറക്കെ പറയിപ്പിക്കുന്നുണ്ട്. അടുത്തതായി കിങ് കാർഡ് കിട്ടിയത് ഷിയാനാണ്. 3ാം നമ്പർ കാർഡ് കിട്ടിയ ആൾ 6ാം നമ്പർ കിട്ടിയ ആളിനോട് ഒരു ചോദ്യം ചോദിക്കണം എന്നാണ് അവൾ ആവശ്യപ്പെട്ടത്. സിയയ്ക്കും സിങ്ങിനുമായിരുന്നു ആ നമ്പർ കിട്ടിയത്. നീ ഈ അടുത്തിടെ ഏതെങ്കിലും മോശം കാര്യം ചെയ്തോ എന്നാണ് സിയ അവളോട് ചോദിച്ചത്. ഇതെന്ത് ചോദ്യമാണ്, നിനക്കിതിന് പണിഷ്മെൻറ്റ് കിട്ടണം എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും കൂടി സിയയെ കുടിക്കാൻ നിർബന്ധിക്കുന്നു. നിന്റെ ചോക്ലേറ്റ് ഞാൻ എടുത്തുകൊണ്ടുപോയതിന്റെ ദേഷ്യം നിനക്കിതുവരെ തീർന്നില്ലേ? ഈ ചോദ്യം കണക്കിലെടുക്കില്ല, വേറെ ചോദ്യം ചോദിക്കാൻ സിംഗ് പറഞ്ഞെങ്കിലും ഞാൻ ചോദിച്ചു കഴിഞ്ഞു, ഞാനിത് കഴിച്ചോളാം എന്ന് പറഞ്ഞവൾ ബിയർ കുടിക്കുന്നു. എന്താണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് ഷിയാൻ ഉടൻ തന്നെ സിയയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് ഫോൺ നോക്കാൻ അവനെ ആംഗ്യം കാണിക്കുന്നു. ബോസോങ് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിന്നെ അന്ന് ഡ്രസ്സിംഗ് റൂമിൽ പൂട്ടിട്ടത് അവളാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് സിയ അവൾക്ക് റിപ്ലൈ അയക്കുന്നു. അടുത്തതായി കിങ് കാർഡ് കിട്ടിയത് സിങ്ങിനായിരുന്നു. നിങ്ങളെല്ലാവരും നല്ല കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ മോശക്കാരി ആയേക്കാമെന്ന് പറഞ്ഞിട്ട് 4ഉം 5ഉം കാർഡുകൾ കിട്ടിയവർ തമ്മിൽ കിസ് ചെയ്യണമെന്നാണ് എൻ്റെ ആവശ്യം എന്ന് സിംഗ് പറയുന്നു. എല്ലാവരും ആവശ്യത്തോടെ ഏറ്റെടുക്കുന്നു. ബോസോങ്ങിന്റെ കാർഡ് നമ്പർ 5ഉം ഷിയാന്റെ 4ഉമായിരുന്നു. സിംഗ് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. ഷിയാന്റെ പരിങ്ങൽ കണ്ടപ്പോൾ സിയയ്ക്ക് കാര്യം മനസ്സിലാവുന്നതിനാൽ അവൻ തന്റെ കാർഡോടെ വെച്ചിട്ട് ഷിയാന്റെ കാർഡ് എടുക്കുന്നു. ഷിയാനാണ് 4 കിട്ടിയെന്ന് ബോസോങ്ങിന് മനസ്സിലായതിനാൽ നമ്പർ 5 ഞാനാണ്, ഞാൻ സ്വയം പണിഷ്മെന്റ് ഏറ്റോളാം എന്ന് പറഞ്ഞ് അവൻ ബിയർ കുടിക്കാൻ തുടങ്ങിയെങ്കിലും ഞാനാണ് നമ്പർ 4, നമുക്ക് ഒരുമിച്ച് കുടിക്കാമെന്ന് പറഞ്ഞ് സിയെ ഇടയ്ക്ക് കയറിയിട്ട് അവരൊരുമിച്ച് കുടിക്കുന്നു. സിംഗ് ആകെ നിരാശയാവുന്നുണ്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബില്ലടയ്ക്കാൻ നിൽക്കുകയായിരുന്നു സിയുടെ അടുത്തേക്ക് വന്ന ബോസോങ്. ഷിയാൻ എനിക്കൊപ്പമാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് നിനക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുന്നു. അവളത് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് പ്രധാനമെന്ന് സിയ പറഞ്ഞപ്പോൾ നീ എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി, ഞാൻ അവളത് മനസ്സിലാക്കിയെടുത്തോളാം എന്ന് ബോസോങ് പറയുന്നു. അതിന്റെ വെറും മോഹം മാത്രമാണ് എന്ന് പറഞ്ഞ് സിയെ എതിർത്തപ്പോൾ ഭാവിയിലാണെങ്കിലും
ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് തന്നെ കാണും. പക്ഷെ നിനക്ക് വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോവുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നാൽ നിന്റെ ഈ ഹൈസ്കൂൾ റൊമാൻസ് കൊണ്ട് അത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞാണ് ബോസോങ് പോയത്. അവന്റെ ആ ചോദ്യം സിയെ ശരിക്കും അസ്വസ്ഥനാക്കുന്നുണ്ട്. റോബോട്ടിക് കോൺടസ്റ്റിന്റെ അവാർഡ് പ്രഖ്യാപനം അടുത്ത ദിവസമായിരുന്നു. 1ാം സ്ഥാനം നേടി ചാമ്പ്യനായത് സിയെ തന്നെയാണ്. സമ്മാനം വാങ്ങിയ ശേഷം അവൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മൈക്കിനെന്തോ തകരാറ് വരുന്നു. സംഘാടകരിൽ ഒരാൾ ഒരു വയർലെസ് മൈക്ക് അവൻ നൽകുന്നുണ്ട്. സിയുടെ സ്കൂളിലെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഫെങ് ആയിരുന്നു മൈക്കുമായി വന്നത്. പരിപാടി കഴിഞ്ഞപ്പോൾ സിയെ അവനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. എക്കണോമിക് മെയിൻ എടുക്കണമെന്ന് പറഞ്ഞിരുന്ന അവൻ എങ്ങനെ കമ്പ്യൂട്ടർ റിസർച്ച് വിഭാഗത്തിൽ എത്തിപ്പെട്ടു എന്ന് സിയെ ചോദിച്ചപ്പോൾ അതിന് കാരണക്കാരൻ നീയാണ് എന്ന് പറഞ്ഞ് കോളേജ് എൻട്രൻസ് എക്സാം അടുക്കാറായ സമയത്ത് ഒരിക്കൽ സിയെയുമായിരുന്ന സംഭാഷണത്തെക്കുറിച്ച് ഫെങ് പറയുന്നുണ്ട്. എൻട്രൻസ് എക്സാം അടുക്കാറായതിന്റെ മാനസിക പിരിമുറുക്കത്തെക്കുറിച്ച് അവൻ സിയെയോട് പറയുന്നു. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയാൽ തന്നെ ഭാവിയിൽ എന്തായി മാറണം എന്ന കാര്യത്തിൽ എനിക്കൊരു എത്തും പിടിയുമില്ല എന്ന് ഫെങ് പറഞ്ഞപ്പോൾ ഈ ലോകത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എല്ലാവർക്കും തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുക്കാൻ കഴിയാറില്ല എന്ന് സിയെ പറയുന്നു. എങ്കിൽ പിന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ഫെങ് ചോദിച്ചപ്പോൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നാതിരിക്കണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ എന്നാണ് സിയെ പറഞ്ഞത്. എന്തായാലും സിയയുടെ വാക്കുകളിൽ നിന്ന് കിട്ടിയ ആത്മവിശ്വാസം കൊണ്ടാണ് ഇവിടെ വരെ എത്തിപ്പെടാൻ കഴിഞ്ഞതെന്ന് ഫെങ് നന്ദിയോടെ പറയുന്നുണ്ട്. സംസാരിക്കുന്ന കൂട്ടത്തിൽ ഷിയാനെ പറ്റിയും നിങ്ങളിപ്പോൾ ഒരുമിച്ചാണെന്നുമൊക്കെ ഫെങ് അന്വേഷിക്കുന്നു. ഞാനിപ്പോഴും അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്ന് സിയെ പറഞ്ഞപ്പോൾ അവളെ പോലെ മിടുക്കിയ ഒരു പെൺകുട്ടിക്ക് ചുറ്റും പലരും വട്ടം ചുറ്റാൻ സാധ്യതയുണ്ട്. ഒരുപാട് കാത്തിരുന്ന് കയ്യിലിരിക്കുന്ന നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത് എന്ന് ഫെങ് പറയുന്നു. പെട്ടെന്ന് സിയയ്ക്ക് ബോസോങ്ങിനെ ഓർമ്മ വരുന്നതിനാൽ നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ അവളെ അന്വേഷിച്ച് പോട്ടെ എന്ന് പറഞ്ഞിട്ട് സിയെ പെട്ടെന്ന് യാത്ര പറഞ്ഞു പോകുന്നു. കോൺഫറൻസ് ഹാളിൽ ഈ സമയം സിയെ അന്വേഷിച്ച് ഒരാൾ ഫെങ്ങിനെടുത്തെത്തുന്നു. ഒരു പ്രൊജക്റ്റിൽ സിയയ്ക്കൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നറിയിച്ച് വിസിറ്റിംഗ് കാർഡ് അയാൾ ഫെങ്ങിനെ ഏൽപ്പിക്കുന്നുണ്ട്. കോമിക് ബുക്ക് ആപ്പിന് വേണ്ടിയുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ബോസോങ്ങിനൊപ്പം പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഷിയാൻ. അപ്പോൾ ഒഫീഷ്യലായി വേഷം ധരിച്ച് ഹൈ ഹീൽസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് അവളുടെ വരവ്. ഹൈ ഹീൽസ് ആദ്യമായി ഇടുന്നതിന്റെ ബുദ്ധിമുട്ട് നടക്കുമ്പോൾ അവൾക്കുണ്ടായിരുന്നു. ബോസോങ് അവളുടെ ഡ്രസ്സിനെ അഭിനന്ദിച്ചിട്ട് അവൾക്കൊരു മാല സമ്മാനമായി നൽകുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് ഗിഫ്റ്റ് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു, ഇനി ഇതൊന്നും വേണ്ട എന്ന് അവൾ പറഞ്ഞെങ്കിലും ഇന്നത്തേക്ക് വേണ്ടി മാത്രമെങ്കിലും ധരിക്കാൻ പറഞ്ഞവൻ അത് അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ ഇട്ടോളാമെന്ന് പറഞ്ഞ് ഷിയാൻ അത് വാങ്ങി ധരിക്കുന്നു. അതിനുശേഷം അവർ ഒരുമിച്ച് ഡയറക്ടർ അങ്ങനെ കാണാൻ പോകുന്നു. സിയെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായി അങ്ങനെ ഒരാളുമായി സംസാരിക്കുന്നതിന്റെ പരിഭ്രമം ഒന്നും ഷിയാൻ ഉണ്ടായിരുന്നില്ല. വളരെ കോൺഫിഡൻസോടെയാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത്. മുമ്പ് സിയെ കാർട്ടൂൺ രൂപത്തിൽ ചെയ്ത് കാണിച്ചത് അവൾ വൈബുവിൽ മോൺസ്റ്റർ ഡയറി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരുന്ന വെബ് സീരീസ് ആണ് ഈ ഡയറക്ടർ പുതിയ പ്രൊജക്ട് രീതിയിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഷിയാൻ അതിനെക്കുറിച്ച് ചില ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും അവൾ പറയാൻ വന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ എനിക്കും കുറച്ച് ഐഡിയകൾ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഇടയ്ക്ക് ഒരു സംസാരിച്ചു തുടങ്ങുന്നു. അവളിപ്പോൾ ചെയ്തിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനുള്ളിൽ റൊമാൻസും വില്ലന്മാരെയും ഒക്കെ കുത്തിതിരികയും മൊത്തത്തിൽ ആകെ അതിനൊരു കച്ചവട ചരക്കാക്കി എടുക്കുന്നതിനെ കുറിച്ചാണ് അയാൾ സംസാരിച്ചത്. അതിലുപരി ഷിയാൻ ഒരു ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യം പോലുമില്ല, നമുക്കിപ്പോൾ തന്നെ കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്നും അയാൾ പറയുന്നു. ഷിയാന് സമ്മതമല്ലായിരുന്നു കൊണ്ട് അത്യാവശ്യമായി ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് നടക്കുന്നു. ബോസോങ് അവളുടെ പുറകിൽ ചെന്ന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കും. ഇങ്ങനൊരു കൂടിക്കാഴ്ചയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അദ്ദേഹം എൻ്റെ ഐഡിയ എന്താണെന്ന് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ലല്ലോ എന്നവൾ പറഞ്ഞപ്പോൾ നീ ആ വെബ് സീരീസ് ചെയ്തു തുടങ്ങിയത് നിനക്ക് വേണ്ടി മാത്രമാണ്, മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഒരു ബിസിനസ്സായി അത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് തീർച്ചയായും പരിഗണിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബോസോങ് അവളെ വീണ്ടും ഡയറക്ടർ സംഘം അരികിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ അവിടെ വെച്ച് അയാളുടെ സംസാരം കേട്ടപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, സോറി എന്ന് അവൾ പറയുന്നു. ബോസോങ് അവൾ ആദ്യമായി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിഷയം വരെ ശ്രമിച്ചെങ്കിലും എന്നോട് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടിപ്പോൾ വാക്ക് മാറ്റി പറയുകയാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെല്ലാം വൈബുവിൽ പോപ്പുലറാണ്, എന്നെ പിണക്കിയാൽ അത് നിന്റെ ഭാവിയെ ദോഷകരമായി ബാധിക്കും, അതുകൊണ്ട് മര്യാദയ്ക്ക് സൈൻ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അവളെ ഭീഷണിപ്പെടുത്തുന്നു. ബോസോങ് അയാൾ ദേഷ്യം തണുപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അയാൾ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ നിസ്സഹായനായ പോലെ ബോസോങ് അടങ്ങിയിരിക്കുന്നു. ഷിയാനാകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇത് പരസ്പര സമ്മതത്തോടുകൂടിയ ഒരു കോൺട്രാക്ട് അല്ലേ, ഭീഷണിപ്പെടുത്തി ഒപ്പിടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സിയ അവിടേക്ക് വന്നത്. അവനെ കണ്ടപ്പോൾ ഷിയാന് പകുതി ജീവൻ തിരിച്ചു കിട്ടുന്നുണ്ട്. പക്ഷേ ആവശ്യമില്ലാത്തതിൽ നീ കയറി ഇടപെടേണ്ട കാര്യമില്ല, ഇത് ഷിയാന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ബോസോങ് അവനെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഡയറക്ടർ സംഘിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. താങ്കളുടെ ബിസിനസ്സിന് പറ്റിയ ഒരാളല്ല ഷിയാൻ, അവൾക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഏത് ജോലിയാണെങ്കിലും അവൾക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റൂ. താങ്കൾ നിർബന്ധിച്ച് അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാൽ താങ്കൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവൾക്ക് വർക്ക് ചെയ്യാൻ കഴിയാതെയായാൽ അതിലൂടെ കമ്പനിക്ക് നഷ്ടമുണ്ടായാൽ ഇങ്ങനെ എടുത്തുചാടി കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിൻ്റെ പേരിൽ താങ്കളെ എല്ലാവരും കുറ്റം പറയുകയുള്ളൂ എന്ന് പറഞ്ഞ് സിയെ ഷിയാനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവളെ ഒരിടത്ത് തിരുത്തിയിട്ട് അവൻ ഒരു ജോഡി ഷൂസ് വാങ്ങിക്കൊണ്ടുവന്ന് അവളുടെ കാലിൽ ഇട്ട് കൊടുക്കുന്നു. എൻ്റെ കാലിൽ വേദനിക്കുന്നുണ്ട് എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി എന്നവൾ ചോദിച്ചപ്പോൾ എൻ്റെയും കാലിൽ നന്നായി വേദനിച്ചു എന്നവൻ പറയുന്നു. ഈ രംഗം കണ്ടുകൊണ്ടാണ് ബോസോങ് അവിടേക്ക് വന്നത്. നിന്നെ എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല, മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ജീവിതം നയിക്കുന്ന ഒരാളായി മാറണമെന്ന് നിനക്ക് ആഗ്രഹമില്ല എന്ന് അവൻ ഷിയാനോട് ചോദിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരാളായി തന്നെ മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപോലെയാണ് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത് എന്ന് ബോസോങ് പറയുന്നു. ഷിയാൻ അവൻ നൽകിയ മാല ഒരു തിരികെ കൊടുത്തിട്ട് പണ്ട് നമ്മൾ അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത് എന്ന് മാത്രം പറഞ്ഞ് സിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ബോസോങ് ആകെ കൺഫ്യൂഷനായി ഇവിടെ ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഡയറക്ടർ സാൻ പുറത്തേക്ക് വന്നത്. ഷിയാന് വേണ്ടി ബോസോങ് ക്ഷമ പറഞ്ഞപ്പോൾ നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവൾക്ക് അവസരം കൊടുക്കാൻ തയ്യാറായത്,
നിന്റെ പെരുമാറ്റത്തിൽ നിന്ന് നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ. നിന്നെപ്പോലെ കഴിവും പണവുമുള്ള ചെറുപ്പക്കാരെ ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് സാധാരണയാണ് എന്ന് അയാൾ പറയുന്നു. അതുവരെ വിനയത്തോടെ കേട്ടുകൊണ്ടിരുന്ന ബോസോങ് അത് കേട്ടപ്പോൾ എനിക്ക് താങ്കൾക്കൊപ്പം ഈ പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഞാനതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. സിയയുടെ കൈയും പിടിച്ച് നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നത് ഞാൻ പലതവണ സ്വപ്നം കണ്ടിട്ടുണ്ട്. നീ ഇവിടേക്ക് പഠിക്കാൻ വന്നപ്പോൾ നിന്നെ ഒരിക്കലും എനിക്ക് കിട്ടില്ലെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് ഞാൻ പലതവണ നിന്നെ സ്വപ്നം കാണാറുണ്ടായിരുന്നു എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ നിന്നെ ഒരിക്കലും ഇനി ഇങ്ങനെ വേദനിപ്പിക്കാൻ ഇടയാക്കില്ല എന്ന് പറഞ്ഞ് സിയെ സോറി പറയുന്നു. സിങ്ങിനോട് നീ ഇനി എന്താണ് പറയാൻ പോകുന്നത്? അവൾക്ക് നിന്നെ ഇഷ്ടമല്ലേ? ഞാൻ അവളോട് സംസാരിക്കണോ എന്നൊക്കെ ഷിയാൻ ചോദിച്ചപ്പോൾ അവളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അവളുടെ പേരിൽ നീ ഇത്ര ടെൻഷൻ ആകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് സി അവളെ കളിയാക്കുന്നു. ബോസോങ്ങിനോട് ഞാൻ കുറച്ച് സംസാരിച്ചെന്ന് കരുതി നീ ടെൻഷൻ അടിക്കുമെന്ന് ഞാനും കരുതിയില്ല എന്ന് പറഞ്ഞ് ഷിയാനും അവനെ കളിയാക്കുന്നുണ്ട്. എനിക്ക് വേണ്ട എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നാണ് ഞാൻ ഇത്ര നാളും കരുതിയിരുന്നത്. പക്ഷെ നീ എൻ്റെ ലോകത്തില്ലെങ്കിൽ ഞാൻ നേടുന്നതിനൊന്നും ഒരു അർത്ഥവുമില്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരുമിച്ച് പൊയ്ക്കൂടെ എന്ന് സിയെ ചോദിക്കുന്നു. ഇത്ര കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എൻ്റെ മനസ്സ് മാറിയിട്ടില്ല. ഞാൻ എസ് പറഞ്ഞാൽ നീ എന്നും എനിക്കൊപ്പം ഉണ്ടാകുമെന്ന് അവൾ ചോദിച്ചപ്പോൾ എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവനവളെ കെട്ടിപ്പിടിക്കുന്നു. മടക്കയാത്രയ്ക്ക് തയ്യാറായി അടുത്ത ദിവസം രാവിലെ തന്നെ സിയെ ബസ്സിനെടുത്തെത്തുന്നു. സിങ് ബസ്സിന് പുറത്ത് എന്തൊക്കെയോ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സിയെ ലഗേജ് വെച്ചിട്ട് ഷിയാനെ കാത്തു നിൽക്കുമ്പോൾ ഫെങ് അടുത്തെത്തി കഴിഞ്ഞ ദിവസം കിട്ടിയ വിസിറ്റിംഗ് കാർഡ് സിയെ ഏൽപ്പിച്ചിട്ട് വിവരം പറയുന്നു. ഷിയാനും ലിഷിയും കൂടി വരുന്ന കണ്ട് സിയെ വേഗം ചെന്ന് ഷിയാന്റെ ലഗേജും വാങ്ങിച്ചിട്ട് അവളോട് ബസ്സിലേക്ക് കയറിക്കൊള്ളാൻ പറയുന്നു. ഷിയാൻ ഒരു ചിരിയോടെ പോയി ബസ്സിൽ കയറുന്നത് സിങ് ശ്രദ്ധിക്കുന്നുണ്ട്. സിയെ ലഗേജൊക്കെ വെച്ചിട്ട് അകത്ത് ചെന്ന് ഷിയാനും ലിഷിയും ഇരിക്കുന്ന സീറ്റിനടുത്തേക്ക് നിന്ന് വട്ട ചുറ്റുന്നതിൽ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ലിഷി എഴുന്നേറ്റ് വേറെ സീറ്റിൽ പോയിരിക്കുന്നു. സിങ് കയറി വന്നപ്പോൾ സിയയുടെ സീറ്റിനടുത്ത് വന്ന് ഷിയാൻ എഴുന്നേറ്റ് മാറാനെന്നോണം മുരടനക്കിട്ട് അവിടെ വട്ടം ചുറ്റി നിൽക്കുന്നു. ഷിയാന് കാര്യം മനസ്സിലായതിനാൽ ഞാൻ വേറെ സീറ്റിൽ പോയി ഇരിക്കാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയെങ്കിലും അവിടെ ഇരിക്കാൻ സിയ സ്വല്പം ദേഷ്യത്തിൽ തന്നെ പറയുന്നു. സിങ് അവർക്ക് പുറകിലുള്ള സീറ്റിൽ പോയിരുന്നെങ്കിലും ദേഷ്യം തീർക്കാനെന്നുള്ള കോമിക് കോൺഫറൻസിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ തയ്യാറാക്കാൻ ഷിയാനോട് ആവശ്യപ്പെടുന്നു. ഇന്നലെ രാത്രി നീ ആബ്സെന്റായ മീറ്റിംഗിലാണ് നിന്റെ ഉത്തരവാദിത്തമാണത് എന്ന് തീരുമാനിച്ചെന്നും സിംഗ് പറയുന്നതിനാൽ ഞാൻ ചെയ്തോളാമെന്ന് ഷിയാൻ സമ്മതിക്കുന്നു. സിയയുടെ ടീമിന്റെ റിപ്പോർട്ട് എഴുതേണ്ടത് ഡോങ്ങിന്റെ ഉത്തരവാദിത്തമായിട്ടും അവൻ ഉറങ്ങുന്നത് കണ്ട് ഫെങ് അവരെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എഴുതി സബ്മിറ്റ് ചെയ്തോളാമെന്ന് സിയെ ഫെങ്ങിനോട് പറയുന്നു. സീറ്റിന് മുകളിൽ വെച്ചിരുന്ന ഷിയാന്റെ ബാഗ് സിയെ എടുത്തു കൊടുക്കുന്നതും ഷിയാൻ ഹെഡ്ഫോൺ അവന്റെ ചെവിയിൽ കൂടി വെച്ചു കൊടുത്ത് ഒരുമിച്ച് പാട്ട് കേൾക്കുന്നതൊക്കെ സിങ്ങിനെ അസ്വസ്ഥയാക്കുന്നുണ്ട്. ഷിയാൻ റിപ്പോർട്ട് റെഡിയാക്കി കഴിഞ്ഞപ്പോഴും സിയയുടേത് പൂർത്തിയായിട്ടില്ലാതിനാൽ അവളോട് കുറച്ചു നേരം മയങ്ങിക്കൊള്ളാൻ അവൻ പറയുന്നു. ഷിയാൻ കണ്ണുമടച്ചു കിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ സിയെ തന്റെ കോട്ടൂരി അവളെ പുതപ്പിക്കുന്നു. ഷിയാൻ ഉറക്കം നടിച്ചിരിക്കുന്നതിനിടയിൽ കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവൾ ഉറങ്ങി വീഴുന്ന പോലെ അവന്റെ തോളിലേക്ക് തല വെച്ച് കിടക്കുന്നുമുണ്ട്. സിയെ ഇത്രയ്ക്ക് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് ലിഷി ഇതെല്ലാം കണ്ട് കമന്റ് അടിച്ചപ്പോൾ ഞാനും അറിഞ്ഞിരുന്നില്ല എന്ന് ഫെങ്ങും പറയുന്നു. തങ്ങൾക്ക് കെയർ ചെയ്യാൻ ഒരു പാർട്ട്ണറില്ലല്ലോ എന്നോർത്ത് രണ്ടുപേരും ഒരുപോലെ നെടുവേർപ്പെട്ടുകൊണ്ട് പരസ്പരം നോക്കുന്നുണ്ട്. ബസ് കോളേജിലെത്തിയപ്പോഴേക്കും ഷിയാൻ ശരിക്കും ഉറക്കം പിടിച്ചിരുന്നു. എല്ലാവരും ഇറങ്ങിയപ്പോഴാണ് സിയെ അവളെ വിളിച്ചുണർത്തിയത്. ആ സമയത്ത് തന്നെ അവൾ ഷാഡോസ് എന്ന സീരീസിന്റെ എപ്പിസോഡ് ചെയ്തു കൊടുക്കാറുള്ള എഡിറ്റർ അവളെ വിളിച്ചിട്ട് ലാസ്റ്റ് കുറേ എപ്പിസോഡ്സ് വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 3 ദിവസം കൂടുമ്പോൾ പുതിയ എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു എപ്പിസോഡ് ഇന്ന് രാത്രി തന്നെ അയച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കുന്നത്. ഷിയാൻ എതിർപ്പ് പറയാൻ പറ്റാത്തത് കൊണ്ട് രാത്രി തന്നെ കൊടുക്കാമെന്ന് സംബന്ധിച്ച് അവൾ ഫോൺ വെച്ചിട്ട് സിയോട് വിവരം പറഞ്ഞ് വേഗം തന്നെ പോകുന്നു. സിയെ ബസ്സിന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവനെ കാത്തു നിൽക്കാനെന്ന് സിംഗ് അവനോട് സംസാരിച്ചുകൊണ്ട് കൂടെ ചെല്ലുന്നു. എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാമോ എന്ന് സിയെ വളരെ പരുക്കനായി ചോദിക്കുന്നതിനാൽ നിനക്ക് എന്നോട് അത്രയ്ക്ക് വെറുപ്പാണോ? ഞാൻ എത്ര നാളായി ഇതിൻ്റെ പുറകിൽ നടക്കുന്നു, ഏത് പഠനം കാര്യം മനസ്സിലാകുമല്ലോ, എന്നേക്കാൾ കൂടുതൽ എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത് എന്നൊക്കെ സിംഗ് ചോദിക്കുന്നു. അവൾ എല്ലാ അർത്ഥത്തിലും നിന്നേക്കാൾ ബെറ്റർ ആണ് എന്ന് പറഞ്ഞ് സിയെ പോകാൻ തുടങ്ങിയെങ്കിലും അവൾ വിടാൻ ഭാവമില്ലെന്ന് കണ്ട് സിയെ തൻ്റെ ഫോൺ എടുത്ത് അതിൽ ഷിയാനെ ഡ്രസ്സിംഗ് റൂമിൽ പൂട്ടിയിടുന്നതിൻ്റെ CCTV വിഷ്വൽ അവളെ കാണിക്കുന്നു. ഞാൻ അവസാനമായി നിന്നോട് പറയുകയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു പെൺകുട്ടി ഷിയാൻ മാത്രമാണ് എന്ന് പറഞ്ഞ് സിയെ പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.